ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഭാരതത്തിൻ്റെ 80ാമത് സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നമ്മുടെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അനേകം ദേശസ്നേഹികൾ തങ്ങളുടെ ജീവൻ ബലിയർപ്പിച്ചു. അവർ വലിയ വില കൊടുത്താണ് ഈ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നാം അഭിമാനത്തോടെ പറയുന്നു, ഞാൻ ഭാരതത്തിൻ്റെ ഒരു പൗരനാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ നൽകിയ എല്ലാവരെയും ഈ അവസരത്തിൽ ആദരവോടെ ഓർക്കുന്നു. എന്നാൽ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ ശ്രദ്ധ മറ്റൊരു പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യത്തിലേക്ക് ക്ഷണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മുടെ രാജ്യം സ്വതന്ത്രമാണ്. എന്നാൽ നമ്മുടെ ഹൃദയങ്ങൾ സ്വതന്ത്രമാണോ? നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ നാം കാണുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദുരാലോചന, മോഷണം, കവർച്ച, വഞ്ചന, ദുഷ്ടത, കൊലപാതകം, അസൂയ, അത്യാഗ്രഹം, കാമവികാരം, അധിക്ഷേപം, നിന്ദ, ഭോഷത്വം തുടങ്ങിയ അനേകം തിന്മകൾ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്നു. ഇവ മനുഷ്യനെ അശുദ്ധനാക്കുക മാത്രമല്ല, അവനെ അടിമയാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ തിന്മകളിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കാൻ കഴിയുന്നത് ആര്? വിശുദ്ധ ബൈബിൾ ഈ എല്ലാ തിന്മകളെയും ഒരു വാക്കിൽ വിളിക്കുന്നു, പാപം. ബൈബിൾ പറയുന്നു, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് ഇല്ലാത്തവരായി തീർന്നു. മനുഷ്യൻ പാപത്തിൽ ജനിക്കുന്നു, അതുകൊണ്ട് അവൻ പാപം ചെയ്യുന്നു. പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. പാപത്തിൻ്റെ അവസാനം എന്താണ്? ശിക്ഷ, ന്യായവിധി, മരണം, ശാപം, നരകം. വിശുദ്ധ ബൈബിൾ പറയുന്നു, മനുഷ്യൻ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. ഇന്ന് നമ്മുടെ രാജ്യം സ്വതന്ത്രമാണ്. എന്നാൽ ഞാൻ വീണ്ടും ചോദിക്കട്ടെ, നമ്മുടെ രാജ്യത്തിലെ ഓരോ മനുഷ്യനും പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രനായിട്ടുണ്ടോ? ഇല്ല. ഇന്ത്യക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം ലഭിച്ചു. എന്നാൽ മനുഷ്യന് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴും ആവശ്യമാണ്. യഥാർത്ഥ സ്വാതന്ത്ര്യം നൽകുന്നത് ആര്? ജീവനുള്ളവനും പരിശുദ്ധനും അനന്തനും സത്യവാനുമായ ദൈവത്തിന് മാത്രമേ മനുഷ്യനെ പാപത്തിൽ നിന്ന് യഥാർത്ഥമായി സ്വതന്ത്രനാക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. എന്നാൽ ചോദ്യം ഉയരുന്നു, എന്താണ് സത്യം? സത്യം വെറും ഒരു ആശയമല്ല. സത്യം വെറും ഒരു തത്വശാസ്ത്രമല്ല. സത്യം ഒരു വ്യക്തിയാണ്, യേശുക്രിസ്തു. 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്നു. അവിടുന്ന് മനുഷ്യരുടെ ഇടയിൽ ജീവിച്ചു. അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്തു, രോഗികളെ സൗഖ്യമാക്കി, ബന്ധിതരെ സ്വതന്ത്രരാക്കി, പാപികളോട് കരുണ കാണിച്ചു, ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യർക്ക് വെളിപ്പെടുത്തി. അവിടുന്ന് ധൈര്യത്തോടെ പ്രഖ്യാപിച്ചു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ലോകത്ത് അനേകം നേതാക്കന്മാർ ഉണ്ടായിട്ടുണ്ട്, അനേകം അധ്യാപകർ ഉണ്ടായിട്ടുണ്ട്, അനേകം തത്വചിന്തകർ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മനുഷ്യൻ്റെ പാപത്തിൻ്റെ പ്രശ്നത്തിന് പരിഹാരം നൽകാൻ കഴിയുന്ന ഏക രക്ഷകൻ യേശുക്രിസ്തുവാണ്. യേശു എങ്ങനെയാണ് നമ്മെ സ്വതന്ത്രരാക്കിയത്? ഇതാണ് സുവിശേഷത്തിൻ്റെ ഏറ്റവും മനോഹരമായ സന്ദേശം. നമ്മുടെ പാപങ്ങൾക്കുള്ള ശിക്ഷ നാം അനുഭവിക്കേണ്ടതായിരുന്നു. എന്നാൽ നമ്മുടെ സ്ഥാനത്ത് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു. നമ്മുടെ പാപത്തിൻ്റെ ഭാരം അവിടുന്ന് ഏറ്റെടുത്തു. നമ്മുടെ ശിക്ഷ അവിടുന്ന് വഹിച്ചു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തൻ്റെ വിലയേറിയ രക്തം ചൊരിഞ്ഞ് അവിടുന്ന് ക്രൂശിൽ മരിച്ചു. എന്നാൽ അവിടുത്തെ കഥ അവിടെ അവസാനിച്ചില്ല. 3-ാം ദിവസം യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് യേശുക്രിസ്തു ഒരു മരിച്ച വ്യക്തിയല്ല, അവിടുന്ന് ജീവനുള്ള രക്ഷകനാണ്. ഇന്ന് ആ ജീവനുള്ള കർത്താവ് നിങ്ങളെയും എന്നെയും വിളിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രിയ സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച ദിവസം നാം ആഘോഷിക്കുകയാണ്. പക്ഷേ അതിനേക്കാൾ വലിയ ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്കിന്ന് ലഭിക്കേണ്ടതായുണ്ട്. പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, കുറ്റബോധത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ശിക്ഷയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, സാത്താൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഇതെല്ലാം നൽകാൻ കഴിയുന്നവൻ യേശുക്രിസ്തു മാത്രം. അവിടുന്ന് നമ്മെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് പുതിയ ജീവനും നിത്യജീവനും നൽകുന്നു. ഇന്ന് നിങ്ങളുടെ തീരുമാനം എന്താണ്? പ്രിയ സുഹൃത്തെ, നിങ്ങൾക്ക് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം അഭിമാനത്തോടെ ആഘോഷിക്കാം. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ പാപത്തിൻ്റെ അടിമത്തമുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോഴും യഥാർത്ഥ സ്വാതന്ത്ര്യം ആവശ്യമാണ്.
നിങ്ങളുടെ പാപങ്ങളെ വിട്ട് യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വരിക. അവിടുന്ന് വിശ്വസിക്കുക. അവിടുന്ന് നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കും, നിങ്ങളുടെ ജീവിതത്തെ മാറ്റും, നിങ്ങൾക്ക് ഒരു പുതിയ ജീവിതം നൽകും. സ്വാതന്ത്ര്യം രാഷ്ട്രീയം അധികാരത്തിൽ മാത്രമല്ല, സ്വാതന്ത്ര്യ സമ്പത്തിലല്ല, സ്വാതന്ത്ര്യം മനുഷ്യശക്തിയിലല്ല, യഥാർത്ഥ സ്വാതന്ത്ര്യം യേശുക്രിസ്തുവിൽ മാത്രം. ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് അഭിമാനത്തോടെ പറയാം, എൻ്റെ രാജ്യം ഇന്ത്യ, എൻ്റെ അഭിമാനം. എന്നാൽ അതിനേക്കാൾ പ്രധാനമായി എൻ്റെ രക്ഷകൻ യേശുക്രിസ്തു. എൻ്റെ സ്വാതന്ത്ര്യം അവിടുന്നിൽ മാത്രം, സ്വാതന്ത്ര്യം യേശുക്രിസ്തുവിൽ മാത്രം. യേശുക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.